ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ ഇന്ന് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 6ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സാണ്. ആദ്യത്തെ ക്വസ്റ്റ്യനാണ് വായിക്കാം എഴുതാം. ആദ്യം തന്നെ നമുക്ക് ചാപ്ലിൻ്റെ ആത്മകഥയാണ് തന്നത്. എന്നിൽ എല്ലാ വിശ്വാസവും അർപ്പിക്കുകയാണ് ഒരു സംവിധായകൻ. എൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ ലഭിച്ച അവസരമാണിത്. ഞാൻ കുറേ നേരം ചിന്തിച്ചു. എന്തു വേഷം ധരിക്കണം, ഏതു കഥാപാത്രമാവണം. ഒടുവിലൊരാശയം തോന്നി. മേക്കപ്പ് മുറിയിൽ ചെന്ന് വളരെ അയഞ്ഞ ഒരു പാൻസ് തിരഞ്ഞെടുത്തു. വലിയ ഷൂസ്, തലയിൽ വട്ടത്തൊപ്പി, കയ്യിലൊരു ചൂരൽ മതി. പ്രഥമ ദർശനത്തിൽ തന്നെ പ്രേക്ഷകരിൽ ചിരി ഉയർത്തുവാൻ പറ്റിയ വേഷം. മേക്കപ്പിനോട് പറഞ്ഞ് പ്രായക്കൂടുതൽ തോന്നിക്കാൻ മുഖത്ത് ഏതാനും മിനുക്കുപണികൾ. മേക്കപ്പ്മാനോട് പറഞ്ഞ് പ്രായക്കൂടുതൽ തോന്നിക്കാൻ മുഖത്ത് ഏതാനും മിനുക്കുപണികൾ. ചെറിയൊരു മീശയും ഫിറ്റ് ചെയ്തപ്പോൾ ഞാൻ ആളാകെ മാറിയതുപോലെ തോന്നി. ചൂരൽ വീശി പ്രത്യേക രീതിയിൽ കാലടികൾ പൊക്കിവെച്ച് സോണറ്റിൻ്റെ മുമ്പിൽ കൂടി 1-2 തവണ ഉലാത്തി. അദ്ദേഹം തറപ്പിച്ചു നോക്കുന്നുണ്ടായിരുന്നു. തിരിച്ചറിഞ്ഞില്ലെന്ന് വ്യക്തം. മിസ്റ്റർ സോണറ്റ്സ്, ഞാൻ പതുക്കെ വിളിച്ചു. ഓ മിസ്റ്റർ ചാപ്ലിൻ, എനിക്ക് മനസ്സിലായി. വേഷം ഉഗ്രനായിട്ടുണ്ട്. അദ്ദേഹം കുറേ നേരം പൊട്ടിച്ചിരിച്ചു. അതെനിക്കുള്ള അംഗീകാരമായിരുന്നു. ചാർലി ചാപ്ലിൻ. ഇനി ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? കഥാപാത്രം ആവാൻ ചാർലി ചാപ്ലിൻ കയ്യിൽ കരുതിയത് എന്ത്? ഷൂസ്, ചൂരൽ, വട്ടത്തൊപ്പി, ചെരുപ്പ്. എന്താണ്? ചൂരലാണ് അല്ലേ കരുതിയത്. അതിവിടെ പറയുന്നുണ്ട്. കയ്യിലൊരു ചൂരൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പം ചൂരലാണ്. ബി ആണ്. അടുത്തത് ചാർലി ചാപ്ലിനിൽ എല്ലാ വിശ്വാസവും അർപ്പിച്ചത് ആരാണ്? എ ഓപ്ഷൻ സോണറ്റ്, ബി മേക്കപ്പ് മാന്, സി സംവിധായകൻ, ഡി പ്രേക്ഷകൻ. ആരാണ്? സംവിധായകനാണ്. സി സംവിധായകനാണ് എല്ലാ വിശ്വാസവും അർപ്പിച്ചത്. അടുത്തത് എന്തിനെക്കുറിച്ചാണ് ചാർലി ചാപ്ലിൻ കുറേ നേരം ചിന്തിച്ചത്? എന്തിനെ കുറിച്ചിട്ടാണ്? എങ്ങനെയാണ് കഴിവ് പ്രകടിപ്പിക്കുക, എങ്ങനെയാണ് നടക്കുക, എങ്ങനെ നോക്കണം, എന്ത് വേഷം ധരിക്കണം. ഇതിലെന്തിനെ കുറിച്ചിട്ടാണ് ചാർലി ചാപ്ലിൻ കുറേ നേരം ചിന്തിച്ചത്? ഏത് വേഷം ധരിക്കണം എന്നതിനെ കുറിച്ചിട്ടാണ് ചിന്തിച്ചത്. ഏത് വേഷം ധരിക്കണം എന്നതിനെ കുറിച്ചിട്ടാണ് ചിന്തിച്ചത്. അടുത്തത് ആളാകെ മാറിയതുപോലെ തോന്നി. ഇതിന് ചാപ്ലിൻ ചെയ്തത് എന്തൊക്കെയാണ് ചെയ്തത്? ചെറിയ ഒരു മീശ ഫിറ്റ് ചെയ്തു. ചൂരൽ വീശി പ്രത്യേക രീതിയിൽ നടന്നു. മുഖത്ത് ഏതാനും മിനുക്കുപണികൾ നടത്തി. ഇതിൽ ഏതൊക്കെയാണ് ശരി? 1 മാത്രമാണോ, 2 മാത്രമാണോ, അല്ലെങ്കിൽ 1, 2, 3 ശരിയാണോ, അല്ലെങ്കിൽ മൊത്തം തെറ്റാണോ? ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? സി ആണ് ശരിയായ ഉത്തരം. 1, 2, 3 ശരിയാണ്. കാരണം എന്താണ്? ചാർലി ചാപ്ലിന് ചെറിയൊരു മീശ ഫിറ്റ് ചെയ്തു. ചൂരൽ വീശി പ്രത്യേക രീതിയിൽ നടന്നു. അതുപോലെ തന്നെ മുഖത്ത് ഏതാനും മിനുക്കുപണികൾ നടത്തി. ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അടുത്തതാണ് എന്തൊക്കെ ഒരുക്കങ്ങളാണ് ചാർലി ചാപ്ലിൻ സ്വന്തമായി നടത്തിയത്? ഫസ്റ്റ് ഓപ്ഷൻ വളരെ അയഞ്ഞ പാൻസ്, വലിയ ഷൂസ്, തലയിൽ വട്ടത്തൊപ്പി, കയ്യിൽ ഒരു ചൂരൽ. തേർഡ് ഓപ്ഷൻ ചെറിയ മീശയും മിനുക്കുപണികളും. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്താണ്? 2 മാത്രം ശരി, 3 മാത്രം ശരി, 1, 2 ശരി, 1, 3 ശരി. ഏതൊക്കെയാണ് ശരി? ചാർലി ചാപ്ലിൻ സ്വന്തമായിട്ട് നടത്തിയ ഒരുക്കങ്ങൾ എന്തൊക്കെയാണ്? 1 വളരെ അയഞ്ഞ പാൻസും വലിയ ഷൂസും ധരിച്ചു. പിന്നെയോ തലയിൽ വട്ടത്തൊപ്പി, കയ്യിൽ ഒരു ചൂരലും എടുത്തു. പിന്നെ ചെറിയ മീശയും മിനുക്കുപണികളും ചെയ്തു കൊടുത്തത് ആരാണ്? മേക്കപ്പ് മാനാണ്. അപ്പോൾ സ്വന്തമായിട്ട് ചെയ്തത് ആൻസർ ഏതാണ്? 1, 2 ആണ് ആൻസർ വരുന്നത്. അടുത്തത് കുറിപ്പ്. കഥാപുസ്തകങ്ങളിലും പാഠപുസ്തകങ്ങളിലുമായി ഒത്തിരി നല്ല കഥകൾ നിങ്ങൾ വായിച്ചിരിക്കും. അത്തരത്തിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു കഥയുടെ വായനാനുഭവം കുറിപ്പായി എഴുതുക. അപ്പോൾ നിങ്ങൾ ഒരു കുറിപ്പ് എഴുതാനാണ് പറയുന്നത്. വായനാനുഭവം, നിങ്ങൾ വായിച്ചൊരു കഥയുടെ കുറിപ്പ് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ നമുക്ക് നമ്മളുടെ വായനാനുഭവം ഒരു കുറിപ്പായിട്ട് എഴുതാം. എനിക്കേറെ ഇഷ്ടപ്പെട്ട കഥയാണ് മൗസ്ട്രോണോട്ട്. ഈ കഥയിൽ മീറ്റിയർ എന്ന ചെറിയ എലിയാണ് പ്രധാന കഥാപാത്രം. ബഹിരാകാശ യാത്രയ്ക്ക് പോകുന്ന ഒരു റോക്കറ്റിൽ അവൻ കൂടെയുണ്ട്. യാത്രക്കിടയിൽ റോക്കറ്റിൻ്റെ പ്രധാന താക്കോൽ കാണാതാകുന്നു. അപ്പോൾ ചെറുതായ മീറ്റിയർ ധൈര്യത്തോടെ
തിരഞ്ഞ് ആ താക്കോൽ കണ്ടെത്തുന്നു. അതുകൊണ്ട് ബഹിരാകാശ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയുന്നു. ഈ കഥയിൽ നിന്ന് ചെറിയവരായാലും ധൈര്യവും പരിശ്രമവും ഉണ്ടെങ്കിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. മീറ്റിയറിൻ്റെ ധൈര്യവും ബുദ്ധിയും എന്നെ ഏറെ ആകർഷിച്ചു. അതുകൊണ്ടാണ് ഈ കഥ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. അടുത്തത് ദി ഫിഷ് ആൻഡ് ഐ എന്ന ദൃശ്യരേഖയുമായി ബന്ധമില്ലാത്തത്. ഉടമസ്ഥൻ ചില്ലുപാത്രം സൂക്ഷിച്ചിരുന്നത് അടുക്കളയിലാണ്. ചില്ലുപാത്രം പൊട്ടിയെന്ന് ഉടമസ്ഥൻ മനസ്സിലാക്കിയത് ശബ്ദത്തിലൂടെയാണ്. വെള്ളം വാർന്നു പോകുന്ന ദൂരം ഉടമസ്ഥൻ പാത്രം ഉപയോഗിച്ച് അടക്കുന്നു. വെള്ളം കോരിയൊഴിച്ചിട്ടും മത്സ്യത്തെ കണ്ടെത്താനാവാതെ ഉടമസ്ഥൻ നിരാശനാവുന്നു. അപ്പോൾ എന്താണ് പറഞ്ഞത്? ദി ഫിഷ് ആൻഡ് ഐ എന്ന ദൃശ്യരേഖയുമായി ബന്ധമില്ലാത്തത് ഏതാണെന്നാണ് എഴുതാൻ പറയുന്നത്. ഏതാണ് ഇതിൽ തെറ്റായിട്ട് വരുന്നത്? വെള്ളം വാർന്നു പോകുന്ന ദ്വാരം ഉടമസ്ഥൻ പാത്രം ഉപയോഗിച്ച് അടക്കുന്നു എന്നുള്ള ഓപ്ഷനാണ് തെറ്റായിട്ട് വരുന്നത്. അടുത്തത് തല്ലിച്ചതച്ച സർപ്പത്തെ പോലെ നമ്പ്യാർ കയ്യിൽ കിടക്കുന്നു. തല്ലിച്ചതച്ച സർപ്പം എന്നതിൻ്റെ ആശയം പ്രതിഫലിക്കുന്ന പ്രസ്താവനകൾ ഏതെല്ലാമാണ്? അയാൾ അത്രമേൽ അവശനാണ്. തൽക്കാലം മർദ്ദനമേറ്റെങ്കിലും വർദ്ധിത വീര്യത്തോടെ തിരിച്ചുവരും. തല്ല് കിട്ടിയതെല്ലാം അയാൾ പുഞ്ചിരിയോടെയാണ് നേരിട്ടത്. അയാൾ നിരാശയോടെ കരഞ്ഞു. ഏതാണ്? അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? 1ഉം 2ഉം ശരിയാണ് അല്ലേ? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തതായിട്ടൊരു യാത്രാനുഭവം എഴുതാനാണ് പറയുന്നത്. മഴയെ കട്ടിപ്പുതപ്പ് പുതച്ച് കിടക്കുകയാണ് കാശ്മീർ ഈ സമയം. ഇക്കാലമാണ് അവർ അനുപമ സുന്ദരമായ കമ്പങ്ങളും ചിത്രത്തുന്നലുകളുള്ള ഉത്തരീയങ്ങളും നാനാതരം കരകൗശല വസ്തുക്കളും ഉണ്ടാക്കുന്നത്. അബുവിൻ്റെ ഭാരത ദർശനം. നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ അനുഭവം കുറിപ്പായി എഴുതുക. യാത്രാനുഭവം എഴുതാം. കഴിഞ്ഞ അവധിക്കാലത്ത് ഞാൻ കുടുംബത്തോടൊപ്പം മൂന്നാർ സന്ദർശിക്കാൻ പോയിരുന്നു. അവിടെയുള്ള പ്രകൃതി ദൃശ്യങ്ങൾ വളരെ മനോഹരമായിരുന്നു. മലകളും പച്ചപ്പുള്ള ചായത്തോട്ടങ്ങളും മഞ്ഞുമൂടിയ കാഴ്ചകളും ഞങ്ങളെ ഏറെ ആകർഷിച്ചു. തണുത്ത കാറ്റ് വീശിയപ്പോൾ ആ സ്ഥലത്തിൻ്റെ സൗന്ദര്യം കൂടുതലായി അനുഭവിക്കാൻ കഴിഞ്ഞു. ഞങ്ങൾ അവിടെയുള്ള മാട്ടുപ്പെട്ടി ഡാം, എക്കോ പോയിന്റ് തുടങ്ങിയ സ്ഥലങ്ങളും കണ്ടു. അവിടെയുള്ള കാഴ്ചകൾ ചിത്രങ്ങളിലേതുപോലെ മനോഹരമായിരുന്നു. യാത്രയ്ക്കിടയിൽ ഞങ്ങൾ പല ഫോട്ടോകളും എടുത്തു. അവിടുത്തെ ശുദ്ധമായ വായുവും മനോഹരമായ പ്രകൃതിയും എനിക്ക് വളരെ സന്തോഷം നൽകി. ഈ യാത്ര എനിക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമായി മാറി. അതായി ഒരു അനുഭവക്കുറിപ്പ് എഴുതാനാണ് പറയുന്നത്. പുറത്ത് കോരിച്ചൊരിയുന്ന മഴ. ഇടയ്ക്കയുടെ ലഹരിയിൽ അഷ്ടപദിയിൽ 6 അടി സ്വാതി തിരുനാൾ പദത്തിലലിഞ്ഞ് ആ കലാകാരൻ സ്വയം ഇല്ലാതാകുന്നത് ഒരു വല്ലാത്ത കാഴ്ചയായിരുന്നു. ഞെരളത്താവട്ടെ അത് അറിഞ്ഞതേയില്ല. മധുരാജ്. ഇഷ്ടപ്പെട്ട കലകൾ ആസ്വദിച്ച അനുഭവം ഓരോരുത്തർക്കും ഉണ്ടാവുമല്ലോ. അത്തരം ഒരു അനുഭവം കുറിപ്പാക്കുക എന്നാണ് പറയുന്നത്. അനുഭവക്കുറിപ്പ്. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ നാട്ടിൽ നടന്ന ഒരു കലാമേളയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. അവിടെ നിരവധി കലാപരിപാടികൾ ഉണ്ടായിരുന്നു. അവയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മോഹിനിയാട്ടമായിരുന്നു. നർത്തകി വേദിയിൽ എത്തിയപ്പോൾ തന്നെ എല്ലാവരുടെയും ശ്രദ്ധ അവളിലേക്ക് തിരിഞ്ഞു. സംഗീതത്തിൻ്റെ മാധുര്യത്തിനൊപ്പം അവളുടെ നൃത്തചലനങ്ങളും മുഖഭാവങ്ങളും വളരെ മനോഹരമായിരുന്നു. ഓരോ ചുവടിലും കലയുടെ സൗന്ദര്യം പ്രകടമായിരുന്നു. അത് കാണുമ്പോൾ ഞാൻ ഏറെ ആസ്വദിച്ചു. ആ നൃത്തപ്രകടനം എൻ്റെ മനസ്സിൽ വലിയ സന്തോഷവും അത്ഭുതവും നിറച്ചു. അന്നത്തെ അനുഭവം ഇന്നും എൻ്റെ മനസ്സിൽ മറക്കാനാവാത്ത ഒരു ഓർമ്മയായി നിലനിൽക്കുന്നു. അടുത്തത് 4A. പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക. അച്ഛൻ്റെ സമ്മാനം പൊന്നുമ്മയായി നിൽക്കും നേര തപ്പുവിനുണ്ടായി തീർന്നിതാശ്വാസം പലേമട്ടിൽ. ഇതിനി കളഞ്ഞല്ലോ തല്ലുകൊള്ളുമെന്നേട്ടൻ. ഇതു നാലായിട്ടുണ്ടാം നാളേക്കെന്നുടനമ്മ. ഉടമസ്ഥത.
മുകളിൽ നൽകിയിരിക്കുന്ന വരികൾ കുടുംബ ബന്ധങ്ങളിലെ സ്നേഹവും ഉത്തരവാദിത്തവും ഓർമ്മിപ്പിക്കുന്നതാണ്. അപ്പൻ്റെ സമാധാനവും സന്തോഷവും മകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നതാണെന്ന് ഇതിൽ സൂചിപ്പിക്കുന്നു. മകളുടെ ഭാവി നല്ലതാകണമെന്ന ആഗ്രഹം ഓരോ അപ്പൻ്റെയും മനസ്സിലുണ്ടാകുന്നു. ജീവിതത്തിൽ സമ്പത്തും മറ്റു വസ്തുക്കളും ഉണ്ടായാലും കുടുംബസ്നേഹമാണ് ഏറ്റവും പ്രധാനമെന്ന് ഈ വരികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹവും പരസ്പര ബഹുമാനവും ഇല്ലെങ്കിൽ ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെടും. അതുകൊണ്ട് കുടുംബ ബന്ധങ്ങളെ സംരക്ഷിക്കുകയും സ്നേഹത്തോടെ ജീവിക്കുകയും ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യമാണ് ഈ വരികൾ നമ്മെ പഠിപ്പിക്കുന്നത്. അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യനാണ്. പ്രസംഗം എഴുതാനാണ് പറയുന്നത്. അർജുനനെ വെല്ലുവിളിച്ച് ആയുധപ്രയോഗ പാടവം പ്രകടിപ്പിച്ച കർണനെ കുലമഹിമ പറഞ്ഞ് അർജുനനെ വെല്ലുവിളിച്ച് ആയുധ പ്രയോഗ പാടവം പഠിപ്പിച്ച കർണനെ കുലമഹിമ പറഞ്ഞ് കൃപാചാര്യർ അപമാനിച്ചു. കർണൻ്റെ സ്വാതന്ത്ര്യവും അഭിമാനവും സംരക്ഷിക്കാൻ സുഹൃത്തായ ദുര്യോധനൻ അദ്ദേഹത്തെ അംഗരാജാവായി വാഴിക്കുന്നു. ദുര്യോധനനും കർണനും തമ്മിലുള്ള ഉടയാത്ത സൗഹൃദം ഉടലെടുത്തതിങ്ങനെയാണ്. തന്നിരിക്കുന്ന ആശയത്തെ മുൻനിർത്തി സൗഹൃദത്തിൻ്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ പ്രസംഗം തയ്യാറാക്കുക. നമുക്ക് പ്രസംഗം എങ്ങനെ എഴുതാം? ആദരണീയരായ അധ്യാപകരെയും പ്രിയപ്പെട്ട കൂട്ടുകാരെയും എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം സൗഹൃദത്തിൻ്റെ പ്രാധാന്യം എന്നതാണ്. മനുഷ്യജീവിതത്തിൽ വളരെ വിലപ്പെട്ട ബന്ധങ്ങളിലൊന്നാണ് സൗഹൃദം. സന്തോഷത്തിലും ദുഃഖത്തിലും ഒപ്പമുണ്ടാവുന്നവരാണ് സത്യസന്ധമായ സുഹൃത്തുക്കൾ. മഹാഭാരതത്തിൽ ദുര്യോധനനും കർണനും തമ്മിലുള്ള സൗഹൃദം ഇതിന് നല്ല ഉദാഹരണമാണ്. കർണൻ അർജുനനെ വെല്ലുവിളിച്ച് തൻ്റെ കഴിവ് തെളിയിച്ചപ്പോൾ കുലമഹിമ പറഞ്ഞ് ചിലർ അവനെ അപമാനിച്ചു. അപ്പോൾ കർണൻ്റെ സ്വാതന്ത്ര്യവും അഭിമാനവും സംരക്ഷിക്കാൻ ദുര്യോധനൻ അവനെ അംഗരാജാവായി വാഴിച്ചു. ഇതിലൂടെ ദുര്യോധനൻ തൻ്റെ സുഹൃത്തിനോടുള്ള സ്നേഹവും വിശ്വാസവും തെളിയിച്ചു. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് യഥാർത്ഥ സുഹൃത്ത് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് തന്നെയാണ്. സുഹൃത്തുക്കൾ പരസ്പരം സഹായിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. ജീവിതത്തിൽ നല്ല സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നിരവധി പ്രശ്നങ്ങൾ എളുപ്പത്തിൽ നേരിടാൻ കഴിയും. അതിനാൽ എല്ലാവരും നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുകയും സൗഹൃദ ബന്ധം സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി സംരക്ഷിക്കുകയും ചെയ്യണം. ഇതോടെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. കുട്ടികൾ വെറും കാഴ്ചക്കാരല്ല. അടുത്തത് തലക്കെട്ട് വിശകലനം. കുട്ടികൾ വെറും കാഴ്ചക്കാരല്ല. അന്ന് ലോങ് ബെല്ലടിച്ചപ്പോൾ ചരിത്രത്തിലാദ്യമായി ആ വിദ്യാലയത്തിലെ ഒരു പെൺകുട്ടിയും ക്ലാസ്സിൽ കയറിയില്ല. സ്കൂളിൽ നിന്നും പെൺകുട്ടികളുടെ ഒരു ജാഥ പുറപ്പെട്ടു. ജയിലിലേക്ക്. ജയലക്ഷ്മി നേതൃത്വമേറ്റെടുത്ത് മുന്നിൽ നിന്ന് ജാഥ വഴിയിൽ വെച്ച് പോലീസ് തടഞ്ഞു. നിങ്ങൾ തിരികെ സ്കൂളിലേക്ക് പോകണം. ഇത് പെൺകുട്ടികളുടെ ജാഥയാണ്. ഇത് തടയാൻ നിങ്ങൾക്കാവില്ല. വനിതാ പോലീസുണ്ടോ? അപ്രത്യക്ഷമായ ആ ചോദ്യത്തിനു മുന്നിൽ പോലീസ് അമ്പരന്നു. ജാഥ പോലീസുകാരൻ്റെ തടസ്സം മറികടന്ന് മുന്നേറി ജയിൽ പടിക്കലെത്തി. കുട്ടികൾ സത്യാഗ്രഹമിരുന്നു. ജയിലിലടച്ച സ്ത്രീകളെയും കുട്ടികളെയും വിട്ടയക്കുന്നതുവരെ ഈ സമരം തുടരും. ജയലക്ഷ്മി പ്രഖ്യാപിച്ചു. ടി.കെ. നാരായണദാസ് എഴുതിയ പുസ്തകത്തിലെ ഒരു ഭാഗമാണ് മുകളിൽ നൽകിയത്. ഇതിന് നൽകിയ തലക്കെട്ട് കുട്ടികൾ വെറും കാഴ്ചക്കാരല്ല എന്നാണ്. ഈ തലക്കെട്ടിൻ്റെ ഔചിത്യം വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. തലക്കെട്ട് വിശകലനം. കുട്ടികൾ വെറും കാഴ്ചക്കാരല്ല. മുകളിൽ നൽകിയിരിക്കുന്ന ഭാഗത്തിൽ കുട്ടികളുടെ ധൈര്യവും സാമൂഹിക ബോധവും വ്യക്തമാക്കുന്നു. ജയലക്ഷ്മിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥിനികൾ ഒരുമിച്ച് ജാഥ നടത്തി അനീതിക്കെതിരെ പ്രതിഷേധിക്കുന്നു. പോലീസിൻ്റെ തടസ്സമുണ്ടായിട്ടും അവർ ഭയപ്പെടാതെ മുന്നോട്ട് പോകുന്നു. സാധാരണയായി കുട്ടികളെ ചെറിയവരായി കരുതി വലിയ കാര്യങ്ങളിൽ അവർക്ക് പങ്കില്ലെന്ന് ചിലർ കരുതാറുണ്ട്. എന്നാൽ ഈ സംഭവത്തിൽ കുട്ടികൾ സമൂഹത്തിലെ അനീതിക്കെതിരെ ശബ്ദമുയർത്തുകയും സത്യാഗ്രഹം നടത്തുകയും ചെയ്യുന്നു. ഇതിലൂടെ കുട്ടികൾ വെറും കാഴ്ചക്കാരല്ല, മറിച്ച് സമൂഹത്തിലെ പ്രശ്നങ്ങളിൽ പ്രതികരിക്കുന്ന ഉത്തരവാദിത്തമുള്ള വ്യക്തികളാണെന്ന് തെളിയിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തിന് കുട്ടികൾ വെറും കാഴ്ചക്കാരല്ല എന്ന തലക്കെട്ട് വളരെ യോജിച്ചതാണ്.